ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി രാവിലെ ഞങ്ങൾ ഇൻട്രോ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ കരണ്ടും ഇല്ല, അതുകൊണ്ട് ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇതിലേക്ക് നമ്മൾ പോകുന്നാണ് നിങ്ങളുടെ ഒരു നിഗമനം? എവിടെയാ പോകുന്നത്? എവിടേക്കാ പോണത് പിങ്കി? പട്ടാമ്പിക്കല്ലേ? ചിന്നു ചിന്നു, എന്റെ തലയുടെ ഇവിടെ നിന്ന് മുടി ഇല്ലേ? ഓക്കെ, ബസ്സിനെ ഇപ്പൊ മാത്രം കാണാനില്ലല്ലോ. അമ്മ തമ്മിലും ഓ കടവുള്ളേ പാലക്കാടില് പിന്നെ ചുമ തണുത്തു. സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ്. തണുക്കെന്ന് വിചാരിച്ചോ? എന്നാലും ഇത്ര നേരത്തെ മഴക്കാറൊക്കെ ഉള്ളപ്പോ ചൂട് മോശമല്ലേ. അങ്ങനെ ഞങ്ങള് ഫൈനലി ബസ് കയറി. അടുത്ത ബസ് എവിടേക്കാ? പട്ടാമ്പി പോവാണ് കഴിച്ച് നമ്മള്. ഇനി നമ്മളവിടെ സ്ഥലം വേണ്ടിട്ട് തിരിച്ചു. ഓക്കെ, സൂര്യ പോണം കുറച്ച് കഴിഞ്ഞിട്ട്. ഇതിപ്പോ ഏതാ മാള്? എത്രയും ചെറിയ മാളോ? എന്ത് ഇഷ്ടമായാലും നമുക്ക് വന്നിട്ട് മേടിക്കാം. ഓക്കെ, അങ്ങനെ മാളിലെത്തി. ഓക്കെ, ഇതാണ് ഗരുഡ മാൾ. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം കമ്മിങ് ഹിയർ. എനിക്ക് നെസ്റ്റോ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് നെസ്റ്റോ പോവാം. യാ ഫസ്റ്റ് പോയി ടിക്കറ്റ് എടുക്കാം. എല്ലാവരും തമിഴിൽ സംസാരിക്കാൻ പറഞ്ഞു. ബട്ട് സ്റ്റിൽ എനിക്കിപ്പോൾ തമിഴിൽ സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് കുന്നൂർ ഓർ ചെന്നൈ. ഐ ടോക്ക് ഇൻ തമിഴ്. ഇതിപ്പോൾ എൻ്റെ നാട്ടിലായതുകൊണ്ട് ഐ ഹാവ് ടു ടോക്ക് ഇൻ മലയാളം ബിക്കോസ് ഇവിടെ എല്ലാവർക്കും മലയാളം അറിയാം. ഓക്കെ, അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ ഒരു കടയും തുറന്നിട്ടില്ല. ഞങ്ങളാണ് ഫസ്റ്റ് ഇതിനുള്ള കാലടി എടുത്ത് വെക്കണം. അതിൻ്റെ അടിയിൽ ഷാർപ്പനർ, ഇറേസറും. ഇറേസർ, ഓ നൈസ്. കാറ്. എന്ത് ഭംഗി അതൊക്കെ കാണാൻ. ഓ വൗ, സോ ക്യൂട്ട്. എന്തൊക്കെയാണ് വാങ്ങിക്കാനുള്ള പരിപാടി? അതറിയില്ല, കണ്ണി കണ്ണു വാങ്ങിക്കണം. ഇവരെടുത്തുന്ന സാധനം കാണിക്ക്. ഇതൊന്ന് മേടിച്ചിട്ടുണ്ട്. ഷാർപ്പനർ അത്രേ. അങ്ങനെ we are gonna watch ദൃശ്യം 3 today. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ കയറി. സിനിമ കാണാൻ പോവാണ്. ദൃശ്യം സിനിമ ആണ് വന്നിട്ടൊന്ന് ഗെയിം കളിക്കാണ്. ഓരോ തരം പ്രാന്തുകൾ. കുറച്ച് നേരം ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഗെയിം കളിക്കുന്നത്. എപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സിനിമ കാണാൻ വന്നു. അത് ഡിസ്ട്രാക്ട് ചെയ്യാതെ ഇവിടെ നിന്ന് ഗെയിം കളിക്കുന്നു. ഇന്റർവെൽ ആയാലും എന്താ നിന്റെ അഭിപ്രായം? സിനിമയെ കുറിച്ചിട്ടാണോ? വളരെ ലാഗ് അടിച്ച് കുറച്ച് മൈക്ക് അടുത്ത് പോയി. എൻ്റെ അടുത്ത് മൈക്കില്ല. ഭയങ്കര ലാഗാണ് സിനിമ. ഇത് തീരുന്നില്ല. കുറെ ഞാൻ ദൃശ്യം 1, 2 കണ്ടിട്ടുണ്ട്, പക്ഷെ അത് എന്ത് സൂപ്പറായിരുന്നോ. ഇതെനിക്ക് എന്ത് സിനിമയാ അത്. ഞാൻ കുറ്റം പറയല്ല, ബട്ട് സ്റ്റിൽ ഇത് ചിലർക്ക് ഇഷ്ടമായിരിക്കും. ഞങ്ങൾ കുട്ടികളായോണ്ടായി ഇഷ്ടമാവാത്തതെന്ന് അറിയില്ല. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കുറച്ച് ബോറായി. ഫസ്റ്റ് ഹാഫ് ഇസ് കൊഞ്ചം ബോറിങ്. ഭയങ്കര ലാഗാണ്. അയ്യോ വയ്യ. നമുക്കൊന്ന് റിഫ്രഷ് ആയിട്ട് പുറത്ത് പോയിട്ട് നമുക്ക് നെക്സ്റ്റ് ബാക്കി കാണാം. അപ്പം നമ്മളിപ്പോൾ ചിക്കിങ്ങിൽ കഴിക്കാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് മൈക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫോൺ കടൻ മേടിച്ചിട്ട് ഇതിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ പടം എന്താ വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ലാഗാണ് പടം ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഓക്കെ. സെക്കൻഡ് പാർട്ട് വന്നിട്ട് ഓക്കെ, അത് കാശ് കൊടുത്തതിന് കുറച്ച്
സമാധാനമായത് സെക്കൻഡ് പാർട്ട് കണ്ടപ്പോഴാണ്. നിന്റെ അഭിപ്രായം എന്താണ്? കുഞ്ഞു പിള്ളേരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. കുഴപ്പമില്ല. ഫസ്റ്റ് പാർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് പാർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് പാർട്ട് ഒട്ടും രസമില്ല. സെക്കൻഡ് പാർട്ട് കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട്. നിനക്കോ? ഫസ്റ്റ് പാർട്ട് മുഴുവൻ ബോറായിരുന്നു, കടന്ന് ഉറങ്ങണ മാതിരി തോന്നി. സെക്കൻഡ് പാർട്ടോ ഭയങ്കര ട്വിസ്റ്റിന് മോൾ ട്വിസ്റ്റ്. വേറൊന്നുമില്ല പറയാൻ. ഇപ്പം ഞങ്ങൾ ചിക്കിങ്ങിൽ വന്നിരിക്കുകയാണ്. ഇതാ അവള് പറഞ്ഞു കഴിഞ്ഞു ഇത് എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കഴിച്ച് നോക്കാം. KFC ആണ് എനിക്ക് പൊതുവേ വന്ന് ഇഷ്ടം. നാട്ടുകാരെ ഫുള്ള് അറിയിക്കണം എന്നല്ല, എൻ്റെ പ്രിഫറൻസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഫസ്റ്റ് സെറ്റ് സാധനങ്ങൾ വന്നു, സെക്കൻഡ് സെറ്റിന് വെയിറ്റിംഗ്. രണ്ടാമത്തെ സെറ്റിൽ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് അറിയാണ്ട് കഴിച്ചു പോയി. ഇനി ഒരു 3 പീസ് വരാണ്ട്. ചിക്കൻ്റെ വലിപ്പം കണ്ടോ, ഇത്ര വലുത്. എന്തായാലും ഒരു 5 മണി വരെയ്ക്കും ഇവിടെ ഉണ്ടാവണം തോന്നണതൊക്കെ തീർക്കാൻ. ഇപ്പൊ എവിടേക്കാ വന്നേ? അങ്ങനെ ഇത്രയും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ എടുത്തറയെന്ന് നമുക്ക് വീട്ടിൽ പോയി നോക്കാം. ഈ ചെരുപ്പ് എടുക്കാൻ നോക്കാം, പക്ഷെ 500 രൂപയ്ക്ക് ഉണ്ടോന്ന് അറിയില്ല. എന്താപ്പോ ഷോപ്പിംഗ് ചെയ്ത് തളർന്നോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നിനക്ക് എങ്ങനെയൊക്കെ കിട്ടി? കളക്ഷൻ കുറവാണ്, അത്ര സാറ്റിസ്ഫൈ. ഇച്ചിരി ഒച്ചയ്ക്ക് പറഞ്ഞാലേ ഇതിൽ കേൾക്കുള്ളൂ. ഞങ്ങളുടെ തൊള്ളിമുളിയും കൊണ്ടിട്ടുള്ള നാട്ടുകാരും കൂടെ അറിയാം. ചിന്നുനും ഉണ്ണിക്കുമാണ് ഡ്രസ്സ് അധികം സെറ്റ് ആവാത്തത്. അവര് ഒരു 150 ഇട്ട് നോക്കി, ബട്ട് ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. അതിന് ഞങ്ങൾ 3 ഇട്ട് നോക്കി ഒക്കെ എടുത്തു. ഞങ്ങൾ ഒരു ഡ്രസ്സ് ഇടണു, സെലക്ട്. അത് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഡ്രസ്സ് ഇടണു, സെലക്ട്. ഞങ്ങള് നെക്സ്റ്റ് സൈസും കൂടെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഒക്കെ കറക്റ്റായിട്ട് എടുത്തു. ബില്ല് നമുക്ക് എത്ര വരുമെന്ന് കാണാം. 3K ഒക്കെ വരുന്നുണ്ടാവും. എനിക്കറിയില്ല കേട്ടോ. How are you feeling? നന്നായിട്ടുണ്ട്, നല്ല സർവീസ്. എല്ലാവരും വരികയാണെങ്കിൽ ഇവിടെ വരണം. ആക്ച്വലി ഇവർക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ വരണം കേട്ടോ. ദേ ആർ സോ സ്വീറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൾക്കാർക്ക് വേണ്ടിയിട്ട് യു കൻ കം ഹിയർ. നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ, നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. നല്ല MRP-നെക്കാളും നന്നായി കുറച്ചിട്ട് തരുന്നുണ്ട്. റിയലി ഗുഡ്. വീണ്ടും ഞങ്ങൾ നെസ്റ്റോയിൽ കയറി കേട്ടോ. വീണ്ടും ഞങ്ങൾ നെസ്റ്റോ കയറി. ദാഹിച്ചിട്ട് വയ്യ, എന്തെങ്കിലും ജ്യൂസ് തിന്നാ. ശരി, എന്താ ജ്യൂസ് മേടിക്കണ്ടേന്ന് അറിയില്ല. എന്തായാലും ഇന്ന് എല്ലാം കാശും പൊട്ടിച്ചു. ബില്ല് വന്ന് സൂഡിയോയിൽ തന്നെ 6000 രൂപ സംതിങ് ആയി. വെരി ഗുഡ്, വെരി. നാളെ സ്കൂളിൽ പോകാൻ വേറെ വല്ല സാധനം വേണോ ഉണ്ണി? നിനക്ക് കോളേജിൽ പോകാൻ വല്ല സാധനം വേണോ നേഹ? ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കരിഞ്ഞോണ്ടിരിക്കുക. ഇവരിന്നും ജ്യൂസ് ഇന്ന് എടുക്കണ്ടോ അതുമില്ല. എനിക്ക് ദേഷ്യം വരുന്നു. ഫൈനലി നമ്മൾ ഇറങ്ങി കഴിച്ചു അവിടെ അതിൻ്റെ അകത്തുനിന്ന്. എപ്പൊ കയറിയതാ? രാവിലെ 9:15 കയറിയതാ. ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം വയ്യ. അയ്യോ, അപ്പൊ കഴിഞ്ഞു കഴിച്ചിരുന്നത് ഷോപ്പിംഗ് പരിപാടി. വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാ മേടിച്ചെന്ന് കാണിച്ചു തരാം കേട്ടോ. വി ഗേവ് അപ്പ്. ഞങ്ങൾ നടു റോട്ടിൽ ഇരിക്കാൻ തുടങ്ങി. ഒരാള് അവിടെ ബസ്സും നോക്കിയിരിക്കുക. അപ്പോൾ ബസ് ഇറങ്ങി ഗൈസ്. നമ്മള് ഏത് ബസ്സൊക്കെ ഇറങ്ങി മറന്നു. പട്ടാമ്പി ബസ് ഇറങ്ങി. ഇപ്പം നമ്മൾ
വീട്ടിൽ പോകാനുള്ള സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ബസ് 5:30 വരുള്ളൂ. 5:30 ടൈം ഇസ് 5:18. പോസ്റ്റ് പോസ്റ്റ്. കുറച്ചു നേരം ഇവിടെ എവിടെയെങ്കിലൊക്കെ പോയി നമുക്ക് ഇരിക്കാം. ബസ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. ജ്യൂസ് വല്ലതൊക്കെ കുടിച്ചോ? ആണോ? ഒന്നും കേക്കില്ല, കാറ്റാ. ഓട്ടോ കയറി ഞങ്ങള് വീട്ടിൽ പോവാൻ. അതെ, ഈ വീട്ടിലെത്തിയിട്ട് സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അൺബോക്സ് അൺപാക്ക് ചെയ്ത് കാണിച്ചു. അൺപാക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒന്നും പറയാനില്ല. എല്ലാരും ചത്തു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വഴി പോയിട്ട് തിരിഞ്ഞിട്ട് വളരെ ടയർഡായി. പോയി കിടന്ന അപ്പോൾ ഉറങ്ങും. വയ്യാണ്ടായി. പക്ഷേ ഇതൊക്കെ കാണിച്ചിട്ടോ ഉറങ്ങുള്ളൂ. ചേച്ചി ചേച്ചിയല്ല എല്ലാരും കേട്ടോ. ഞങ്ങളൊക്കെ ആരാന്ന് പറയാം. ഞാൻ വലിയ ചേച്ചി, നടുക്കത്തെ ചേച്ചി, സെക്കൻഡ് ലാസ്റ്റ് ചേച്ചി, ഇത് അത് ചേച്ചിയാണ് ഞങ്ങൾക്ക്. അതെ, പക്ഷെ കണ്ടാ എല്ലാവരും അങ്ങനെ പറയില്ല. അത് വേറെ. Guess our age, okay? Guess our ages, okay? ഒക്കെ പറ്റുകയാണെങ്കിൽ I don't know how many people will see this video, but ഇതൊക്കെ ആരൊക്കെ കാണും? Just guess our ages, okay? Please. നോക്കട്ടെ. Okay, so രാവിലെ മുതൽ ചെറിയ വീടെത്തി. ടൈം ക്ലോക്ക് നമ്മള് രാവിലെ എത്ര മണിക്കാണ് പോയത്? രാവിലെ 8 o'clock ഇറങ്ങിയതാണ്. So how was your day? Did you enjoy? ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഫ്രഷ് ആയിട്ട് എന്തൊക്കെ സാധനങ്ങളാ വേർച്വൽ ഞങ്ങൾ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾക്ക് അങ്ങനെ ഈ വീഡിയോ കൂടി ക്ലോസ് ചെയ്യാം. ഫ്രഷ് ആയിട്ട് കാണാം. ഹായ്, ഫ്രഷ് ആയിട്ട് വന്നല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം അതൊക്കെ ഒന്ന് തീർത്തിട്ട് വീഡിയോ ആൻഡ് റെസ്റ്റ്. സോ ഫസ്റ്റ് ഈ ഷർട്ട് പിങ്ക് കളർ ഷർട്ടാണ്. ഇത് ആരാ മേടിച്ചത്? ഇവളാണ് മേടിച്ചത്. ഇത് വന്നിട്ട് 599 രൂപ. യാ, ദിസ് ഇസ് നൈസ്. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആരെങ്കിലും ഒരാൾ മടക്കിക്കോട്ടോ. ഇത് വന്നിട്ട് ഇതാരാ മേടിച്ചേ? ഇത് ചിന്നുവാ മേടിച്ചത്. ഇത് വന്നിട്ട് എത്രയാ? 599 രൂപ. ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് ഷർട്ട്. ഇത് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ബ്ലൂ ജീൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ നല്ല ചന്ദനം. ഇവിടേക്ക് കിട്ടിയതാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാം, 2 പേരും കൂടെ ട്വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഞങ്ങൾ 2 പേർക്ക് ഒരേ ടോപ്പ്, ഈ ഒരു ടോപ്പ് കാണിക്കേ. 2 പേരും കൂടെ ഒരേ മാതിരി ഒരു ഓഫ് ഷോൾഡർ ടോപ്പ് മേടിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ. ലൈക്ക് സോ ഇത് ഈച്ച് വന്നിട്ട് 499. ശരി തീർന്നില്ലേ? പിന്നെ ഞാൻ വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഫ്രോക്ക് ഒന്ന് മേടിച്ചിരുന്നു. സോ ഇതായിരുന്നു ആ ഫ്രോക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് സ്ലീവ്ലെസ് ടോപ്പ് അല്ലേ? ഇതിൻ്റെ മേലെ എന്തെങ്കിലും സ്ലീവ്ലെസ് ഇടില്ല, അതുകൊണ്ട് ഇതിൻ്റെ മേലെ ഒരു അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേലെ വന്നിട്ട് ഏതെങ്കിലും ബേജ് ഷ്രഗ് ഇട്ട് സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും. അതോ ഇതിൻ്റെ വില വന്നിട്ട് 899. വർത്ത് ദി പ്രൈസ്. ഇറ്റ്സ് വെരി ഗുഡ്. ക്വാളിറ്റി വന്ന് നല്ല ഗുഡാണ്. അത്ര തന്നെ. പിന്നെ ചിന്നു ആണെന്ന് തോന്നുന്നു ഈ ഡ്രസ്സ് മേടിച്ചത് അല്ലേ? ഇത് നല്ലൊരു ഉടുപ്പട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് നല്ല ചന്തണ്ടായിരുന്നു ഈ ഡ്രസ്സ് മേടിച്ചത് ഞങ്ങൾ. ഇതും വന്ന് 899. നല്ല കറക്റ്റായിട്ട് നല്ല വർത്ത് പ്രൈസ്. ഇത് വന്നിട്ട് എനിക്ക് ഇച്ചിരി എന്താ പറയുക, തിരുമ്പി കഴിഞ്ഞാൽ ചുരുങ്ങോന്നൊരു പേടി ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ M സൈസ് എടുത്തു. കോട്ടനാണ് വന്നിട്ട്. പ്യോർ കോട്ടനാണ് നല്ല മെറ്റീരിയൽ. ചൂടത്ത് ബെസ്റ്റാണ്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ജീന് മേടിച്ചു. ഈ ജീന് എന്താ 999 അല്ലേ? 999 ആണ് ഈ ജീനിന്. ഈ ജീൻ ഒന്ന് മേടിച്ചു. കൈൻഡ് ഓഫ് ഗുഡ്. പിന്നെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളായ ഫൗണ്ടേഷന്, ഇത് എന്താ പോളിഷ്, ലിപ് ഗ്ലോസ് 2 മേടിച്ചു. ഒന്ന് എവിടെയോ ഒട്ടു. എന്താ
ഒന്ന് മേടിച്ചു ഒന്ന്. ഇത് എന്താ ടോട്ടൽ ബില്ല് എത്ര വെച്ചാൽ ചെരുപ്പ്. പിന്നെ വന്നിട്ട് ഈ ചെരുപ്പ് മേടിച്ചു കേട്ടോ. ചെരുപ്പ് വന്നിട്ട് എത്ര? 599. ശരി, എന്തോ ആണ്. ഇതൊക്കെ കൂട്ടിയപ്പോ 6,080. ഇതായിരുന്നു ബില്ല്. ദർശ എന്താ പറയുണ്ടായിരുന്നു? 3K. അതൊന്ന് കണ്ടാലോ? ഇതായിരുന്നു കസിൻസ് ഡേ ഔട്ടാണ്. ഇറ്റ് വാസ് ഫൺ. ഇത്രയേ ഉള്ളൂ. ഞാനൊരു 2.5-3 years കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. സോ ഇറ്റ് വാസ് റിയലി ഫൺ. ഐ എൻജോയ്ഡ് എ ലോട്ട് പേഴ്സണലി. അത്ര തന്നെ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ 4 പേരും എങ്ങനെയെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി ചെന്നൈ പോകുന്നതിന് മുമ്പ് ഐ വിൽ മേക്ക് അനദർ വീഡിയോ. Okay, till then please do subscribe my channel and support. Bye bye.